എന്താ മാഡം? എന്താണെങ്കിലും പറഞ്ഞോളൂ. വേണുവേട്ടൻ അറിയാലോ, വിവാഹപ്രായമാകുന്നവരെ എന്റെ മകൾക്ക് ആ വീട്ടിൽ സംരക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. പ്രതാപേട്ടന് അവൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അംബികേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി കൊടുക്കണേന്ന് ഞാൻ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഫലം ഉണ്ടായില്ല. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ തിരിച്ചു വന്നിരിക്കുന്നത്. ദീപക്കുമായിട്ടുള്ള അവളുടെ വിവാഹം നടന്നില്ലെന്ന് മുമ്പ് കണ്ടപ്പോ വേണുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ കഴുത്തില് ഞാനിന്ന് കണ്ട താലി, നെറുകയിലെ സിന്ദൂരം. ആരാ വേണുവേട്ടൻ എന്റെ മകളെ വിവാഹം കഴിച്ചത്? ഞാൻ അന്വേഷിച്ചപ്പോ വേണുവേട്ടൻ ഇപ്പോ ആ വീട്ടിലെ ഡ്രൈവർ അല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എങ്ങനെ എന്റെ മകളുമായിട്ട് വേണുവേട്ടൻ സൂപ്പർ മാർക്കറ്റിൽ വന്നത്? എല്ലാത്തിനുള്ള ഉത്തരം വേണുവേട്ടൻ എന്നോട് പറയൂന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പറയൂ വേണുവേട്ടാ. മാഡം, അത് ഞാൻ മാഡത്തോട് ഞാനങ്ങനെ. എന്താ വേണുവേട്ടാ, എന്താ പ്രശ്നം? മാഡം, അത് ഞാൻ പറയാം മാഡം. പക്ഷെ മാഡത്തിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്താ വേണുവേട്ടാ, എന്താ? ഏയ്, വേണുവേട്ടൻ ആദ്യം ആ കോൾ എടുത്ത് സംസാരിക്കേ. ഹലോ, എപ്പോ? എവിടെ വെച്ച്? അയ്യോ, അയ്യോ.